നമസ്കാരം ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ഇന്ന് തിങ്കളാഴ്ച പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ലേഡീസ് ബാൻഡിൽ ചർച്ച ചെയ്യുന്നത്. വന്ധ്യതയുടെ ദുഃഖം അനുഭവിക്കുന്ന ദമ്പതികൾക്ക് മാതാപിതാക്കളാകാനുള്ള സാധ്യതകളെ ഗണ്യമായി മെച്ചപ്പെടുത്തുന്ന സുരക്ഷിതവും ഫലപ്രദവുമായ നിരവധി ചികിത്സാ മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്യാധുനിക ചികിത്സാ രീതികളെക്കുറിച്ചും വന്ധ്യതയുടെ സാധ്യമായ എല്ലാ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് നമുക്ക് സംസാരിക്കാം. ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി ചേരുന്നത് തിരുവനന്തപുരം ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെ റീപ്രൊഡക്റ്റീവ് വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ ഐശ്വര്യ എസ് ആണ്. സ്വാഗതം ഡോക്ടർ ലേഡീസ് ബാൻഡിലേക്ക്. നമസ്കാരം. താങ്ക് യു. പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാം. അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ തുടക്കത്തിൽ തന്നെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ വന്ധ്യത എന്ന് പറയുന്നത്, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതായത് പണ്ട് കാലങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അതിൽ എണ്ണത്തിൽ കൂടുതലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ വന്ധ്യത കൂടി വരുന്നത് ആളുകൾക്കിടയിൽ? ഈ കാലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മളുടെ ജീവിതശൈലി ഉള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ ഡയറ്റും നേരെ നോക്കുന്നില്ല, എക്സസൈസ് ഒന്നുമില്ല, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും കൂടാതെ നമ്മളുടെ സ്ട്രെസ്സുമാണ് മെയിൻ കാരണം വന്ധ്യതയ്ക്ക്. അതും കൂടാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത് പോസ്റ്റ് കോവിഡ് ഒരുപാട് ഇൻഫെക്ഷൻസ് കൊണ്ട് മെയിൽ ഇൻഫെർട്ടിലിറ്റി കൂടിക്കൊണ്ട് വരുവാണ്. അതിൻ്റെയുമായിട്ട് ഇപ്പോൾ ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതും ഒരു റീസൺ ആവാം. ഇപ്പോൾ ഡോക്ടർ, ഒരു കപ്പിള് വന്ധ്യത ഉണ്ട് അവർക്ക് എന്ന് നിർണയിക്കാൻ കഴിയുന്നത്, നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നത് ഏത് ഘട്ടത്തിലാണ്? അവരൊരു ഡോക്ടറെ കാണേണ്ടത് ഏത് സമയത്താണ്? അപ്പോൾ നമ്മൾ പറയുന്നത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാനുള്ള ഡെഫിനിഷൻ തന്നെ 12 മാസത്തിൽ കൂടുതൽ ഒരു ഗർഭനിരോധന മാർഗം ഉപയോഗിക്കാതെ സ്ത്രീയും പുരുഷനും നാച്ചുറലായിട്ട് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്ത്രീ നോർമൽ റെഗുലർ മെൻസ്ട്രൽ സൈക്കിൾസ് ഉള്ള സ്ത്രീ 10ാമത്തെ ദിവസം മുതൽ 20ാമത്തെ ദിവസം വരെയാണ് പറയുന്നത് നമ്മൾ ഫെർട്ടൈൽ വിൻഡോ എന്ന്. ആ സമയത്ത് നാച്ചുറലായിട്ട് ട്രൈ ചെയ്യുമ്പോൾ നാച്ചുറൽ കൺസെപ്ഷൻ നടക്കും. അങ്ങനെ നടന്നില്ല, 12 മാസത്തിൽ കൂടുതൽ ട്രൈ ചെയ്ത് പോയി, അത് കഴിഞ്ഞിട്ടും നടന്നില്ലെങ്കിൽ അവരൊരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡെഫിനറ്റായിട്ട് കൺസൾട്ട് ചെയ്യണം. ഇപ്പം ഡോക്ടേഴ്സിന് അടുത്തേക്ക് വരുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാവും, ടെൻഷൻസ് ഉണ്ടാവും. അതായത് വലിയ വില കൂടിയ ട്രീറ്റ്മെന്റ്സിലേക്ക് കടക്കുമോ, വലിയ മെഡിസിൻസിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടാവും. പക്ഷെ തുടക്കത്തിൽ ഒരു ഡോക്ടർ ഇത്തരത്തിൽ ഇൻഫെർട്ടൈൽ ആണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ, പരിഹാര മാർഗങ്ങൾ ഈ മെഡിക്കേഷൻസും അതേപോലെയുള്ള ഈ ട്രീറ്റ്മെന്റ്സും ആയിരിക്കുമോ, അതോ മറ്റെന്തെങ്കിലും മാർഗങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് അത് ഫലപ്രദമാകുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമാണോ നമ്മൾ ഈ സിവിയർ മെഡിക്കേഷൻസിലേക്കൊക്കെ കടക്കുന്നത്? ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം പേഷ്യൻസിന് നാച്ചുറൽ ഹിസ്റ്ററി എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ ചോദിക്കും. അതിൽ അവരുടെ റെഗുലർ സൈക്കിൾസ് ആണോ, ഇല്ല അവർ നാച്ചുറലായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടോ, അതൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹിസ്റ്ററിയൊക്കെ പൂർണ്ണമായിട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ. അതിൽ വരുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ടാകും ലാബ് ഇൻവെസ്റ്റിഗേഷൻസും നമ്മൾ പ്രധാനമായിട്ടും 2 മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്ണറിന് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും. മെയിൽ പാർട്ട്ണറിന് നമ്മൾ സീമൻ അനാലിസിസ് വെച്ച് തുടങ്ങും. ബീജപരിശോധന ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ബീജത്തിൻ്റെ കൗണ്ടും മൊട്ടിലിറ്റിയും പിന്നെ നോർമലായിട്ട് കാണുന്ന നോർമൽ ഫോംസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണം കുറവോ കൂടുതലോ ആണെങ്കിലും വന്ധ്യതയ്ക്ക് അത് ഒരു കാരണമാകാം. അതും കൂടാതെ ഫീമെയിൽ പാർട്ട്ണറിന് ഇതേപോലെ പറഞ്ഞതുപോലെ റെഗുലർ സൈക്കിൾസ് ഉണ്ടോ, ഇല്ല സൈക്കിൾസ് ഇറെഗുലർ ആണോ. അപ്പോൾ ഇറെഗുലർ ആണെങ്കിൽ മാത്രം നമ്മൾ ഹോർമോൺ അനാലിസിസിലോട്ട് പോകും. അതായത് FSH, LH, തൈറോയിഡ് പ്രൊഫൈൽ, പ്രൊലാക്റ്റിൻ ഒക്കെ നോക്കുന്നത് ഇറെഗുലർ സൈക്കിൾസ് ആണെങ്കിൽ മാത്രം. റെഗുലർ സൈക്കിൾസിലോ ഒരു അൾട്രാസൗണ്ട് നോക്കിയാലും നമുക്ക് മതിയാകും. ഇതെല്ലാം ചെയ്യുന്നത് പീരിയഡ്സ് അനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് നോക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി നോക്കിയിട്ട് ലാബ് ഇൻവെസ്റ്റിഗേഷൻസും ഹിസ്റ്ററിയും എല്ലാം വെച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കാം. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആവുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഓവുലേഷൻ ഇൻഡക്ഷൻ മരുന്ന് മാത്രം കൊടുത്തിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ട്രൈ ചെയ്യാൻ പറയാം. അല്ല, അവർ ട്രൈ ചെയ്തിട്ടേ ഇല്ല, ഈ ഫെർട്ടൈൽ വിൻഡോ എന്ന കോൺസെപ്റ്റ് അവർക്ക് അറിഞ്ഞുകൂടെങ്കിൽ ആ കോൺസെപ്റ്റ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. പീരിയഡ്സിൻ്റെ 10ാമത്തെ ദിവസം മുതൽ 20ാമത്തെ ദിവസം വരെ നാച്ചുറലായിട്ട് ട്രൈ ചെയ്യൂ. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം മെഡിക്കേഷൻസിലോട്ട്. ഇപ്പൊ പല കപ്പിൾസിനും പല തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ കോമൺ പ്രോബ്ലംസ്, സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ്, അങ്ങനെ ഒരു വേർതിരിവുണ്ടോ? ആണ്.
ഇപ്പോൾ മെയിലിലാണെങ്കിലും ഫീമെയിലിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഈ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ ഹോർമോൺ പ്രോബ്ലംസ്, ഹോർമോൺ അല്ലാത്ത അനാറ്റമിക്കൽ പ്രോബ്ലംസ് എന്ന് അത് നമ്മൾ കണ്ടെടുത്തണം. ഹോർമോൺ പ്രോബ്ലം മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് മെഡിക്കേഷൻസ് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ല, അനാറ്റമിക്കലി ഏതെങ്കിലും പ്രോബ്ലംസ് ഡിഫക്റ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങോ സർജറീസോ വേണ്ടി വരാം. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഫീമെയിലിൽ കാണുന്നത് PCOS അഥവാ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾസ്. അതേപോലെ തന്നെ ഫൈബ്രോയിഡും ഒരു കോമൺ റീസൺ ആണ് ഇൻഫെർട്ടിലിറ്റിക്ക്. മെയിൽസിൽ ഈ കൗണ്ടും മൊട്ടിലിറ്റിയും അല്ല നോർമൽ ഫോംസും കുറവായിട്ട് കാണുന്നത് വെരിക്കോസീലിൻ്റെ കാരണം കൂടെ ആവാം. ഈ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു മേഖലയിൽ നടത്തിവരുന്ന ചികിത്സാ രീതികൾ അതെന്തൊക്കെയാണ് ഡോക്ടർ? നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഓവുലേഷൻ ഇൻഡക്ഷൻ ആൻഡ് ടൈംഡ് ഇന്റർകോഴ്സ്. ഈ രീതിയിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് മെഡിക്കേഷൻസ് കൊടുക്കും, സീരിയലായിട്ട് സ്കാൻ നോക്കും. ഈ സ്കാൻ വഴി നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ എഗ്ഗിൻ്റെ വളർച്ച, എഗ്ഗ് വളരാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ആ വളർച്ച നമ്മൾ സ്കാനിൽ കൂടെ കൺഫേം ചെയ്യും. ഒരു പർട്ടിക്കുലർ സൈസ് ആവുമ്പോൾ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ആ എഗ്ഗിനെ പൊട്ടിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും, എന്നിട്ട് നാച്ചുറൽ ട്രൈ ചെയ്യാൻ പറയും. സെക്കൻഡ് ലൈനായിട്ട് നമ്മൾ IUI സജസ്റ്റ് ചെയ്യും. IUI എന്ന് വെച്ചാലും സിമിലർ ആണ്. മെഡിക്കേഷൻസ് വഴിയോ ഇഞ്ചക്ഷൻസ് വഴിയോ നമ്മൾ ആ എഗ്ഗിനെ വളർത്തി കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ സൈസ് ആവുമ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ IUI അതായത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, ഗർഭസഞ്ചിക്കകത്ത് നമ്മൾ ബീജത്തിന് നിക്ഷേപിക്കും. അത് കഴിഞ്ഞിട്ടുള്ള സക്സസ് നമ്മൾ പറയുന്നത് 15 to 20% പെർ സൈക്കിൾ ആയിരിക്കും. അതും കിട്ടിയില്ലെങ്കിൽ 3-4 സൈക്കിളും കൂടെ ട്രൈ ചെയ്യും. പിന്നീടും കിട്ടിയില്ലെങ്കിൽ നമ്മൾ IVF-ലോട്ട് പറയും പേഷ്യൻസിന്. ഈ ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് ഈ ഒരു ഇൻഫെർട്ടിലിറ്റിയെ മറികടക്കാം എന്നുള്ളത് ഉറപ്പല്ലേ? ഇപ്പോഴത്തെ ഒരു പുതിയ അത്യാധുനിക ചികിത്സാ രീതികൾ വെച്ച് പോസിബിൾ അല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ അല്ലേ? ഇല്ല, പോസിബിൾ അല്ലാത്ത കാര്യമല്ല. പക്ഷേ പെർ സൈക്കിൾ സക്സസ് റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു നോർമൽ ഓവുലേഷൻ ഇൻഡക്ഷന് നമ്മൾ പറയുന്നത് 5 to 10% വരെയും പറയാം. ഒരു IUIക്ക് 15 to 20%. അതേ ഒരു IVF ആണെങ്കിൽ നമ്മൾ 50 to 60%. ഏതൊരു ട്രീറ്റ്മെൻറ്റ് രീതിയും 100% സക്സസ് എന്ന് പറയാനില്ല. അത് ട്രയൽ, അത് കഴിഞ്ഞിട്ടുള്ള സൈക്കിൾസിൽ ക്യുമുലേറ്റീവ് സക്സസ് എന്ന് പറയുന്നത് നമ്മൾ 90% ആൻഡ് അബവ് പറയാം. അപ്പം ഡോക്ടർ, ഈ പലതരത്തിലുള്ള കപ്പിൾസിന്റെ കാര്യം പറയുമ്പോൾ ഇവരുടെ ഒരു ബോഡി ടൈപ്പ്, ഇവരുടെ ഹെറിഡിറ്ററി, ഇതൊക്കെ ഇതിന്റെ ഫാക്ടർ ആവുന്നുണ്ടോ അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നതിലൊക്കെ? ഡെഫിനറ്റ്ലി. നമ്മളുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും പോലെ തന്നെയാണ് നമ്മളുടെ ഒബീസിറ്റിയും പാരമ്പര്യമായിട്ട് നമുക്ക് ഒരു കിട്ടുന്ന കാര്യമാണല്ലോ. അതേപോലെ തന്നെ ഫൈബ്രോയിഡും എൻഡോമെട്രിയോസിസും കൂടെ അമ്മമാർക്കും സിസ്റ്റർമാർക്കും ഉള്ളത് തന്നെ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടും ഇൻഫെർട്ടിലിറ്റി വരാം. അപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈലും ഫുഡും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഡോക്ടേഴ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊന്ന് കൺസീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നോക്കുന്ന കപ്പിൾസ് ആണെങ്കിൽ, അതിപ്പോൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒരുപോലെ ആ ഹെൽത്തിന്റെ കാര്യത്തിൽ കൺസേൺഡ് ആവണ്ടേ? അവർ ആ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ലേ? അവർ നോക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈലിൽ? കറക്റ്റ്. ആദ്യമായിട്ട് ഡയറ്റ്. നമ്മൾ എടുക്കുന്ന ഡയറ്റ് എല്ലാം ഹൈ ഇൻ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ലോ ഇൻ പ്രോട്ടീൻ ആണ്. അപ്പോൾ നമ്മൾ ഡയറ്റ് രീതിയിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട്, കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂട്ടണം. അത് എപ്പോഴും മീൽ സ്പ്ലിറ്റിംഗ് ചെയ്യണം. 3 നേരം കഴിക്കുന്നത് കുറവാക്കിയിട്ട് 6 നേരം കഴിക്കുന്നത്, ഈ ഇടയ്ക്കുള്ള സ്നാക്സിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നട്ട്സ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ എക്സസൈസ്, മിനിമം ബേസിക് ഒരു ബ്രിസ്ക് വാക്ക് ഇല്ലെങ്കിൽ മിനിമം ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. ഈ IT സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വർക്കിംഗ് അവേഴ്സ് 14 15 ആയെങ്കിലും 12 to 14 അവേഴ്സ് അവർ സിറ്റിംഗ് പൊസിഷനിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ആ പൊസിഷനിൽ ഒരു മാറ്റം വരുത്തുന്നത്, ലിഫ്റ്റിന് പകരം സ്റ്റെപ്സ് കയറി ഇറങ്ങുന്നത്, ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലേ നമ്മളുടെ ജനറൽ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിപ്പോകും. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ നോക്കി തുടങ്ങിയത്, എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നമ്മൾ കൺസീവ് ആകുന്നില്ല, കൺസീവ് ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്ര കാലം മുതൽ നമ്മൾ ഈ ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു സമയക്രമമുണ്ടോ? അങ്ങനെയല്ല. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് കൺസെപ്ഷന് വേണ്ടി മാത്രമല്ല, അതിന് മുന്നേയും അതിന് ശേഷവും, പ്രഗ്നൻസിക്ക് ശേഷവും, ഡെലിവറിക്ക് ശേഷവും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഐഡിയലി നമ്മൾ ഈ നോർമൽ സ്റ്റാറ്റസിൽ നോർമൽ വെയിറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന 3 to 5 months മുന്നേ പ്ലാൻ ചെയ്യണം. അപ്പം നമ്മൾ വെയിറ്റ് ഒക്കെ കുറച്ച് നല്ല ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ നാച്ചുറലായിട്ട് ട്രൈ ചെയ്താലേ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും.
ഈ പൊതുവെ ഈ IVF ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടല്ലോ. അപ്പം ഈ പ്രോസസ്സിനെ കുറിച്ച് കൂടുതൽ ആളുകൾക്കും അത് ആ പ്രോസസ്സിൽ എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, നടക്കുന്നത്, ഇതിന് എത്ര സമയമെടുക്കും, ഇത് എത്രത്തോളം എക്സ്പെൻസീവ് ആണ് അല്ലെങ്കിൽ അഫോർഡബിൾ ആണോ എന്നുള്ളതൊക്കെ അറിയാൻ ആളുകൾക്ക് അറിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ, ഈ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് ഡോക്ടർ? IVF എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ലാബ് ടെക്നിക്ക് മാത്രമല്ലാതെ ഡേ ടു ഡേ സ്കാനിങ്ങും ഇഞ്ചെക്ഷൻസും കൂടെ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന മെഡിസിൻസ് കൊണ്ട് ഇഞ്ചെക്ഷൻസ് കൊണ്ടോ എഗ്ഗിന് വളർത്തിയെടുക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ എഗ്സിനാണ്, അത് ഫോളിക്കിളാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അത് നമ്മൾ സ്കാനിൽ കൂടെ നോക്കും. ഒരു 3 ദിവസം കൂടുമ്പോഴോ 4 ദിവസം കൂടുമ്പോഴോ സ്കാൻ എടുത്ത് നോക്കും. അതിൻ്റെ വളർച്ച ഒരു 1 or 2 millimeter per day വെച്ചിട്ട് ഫോളിക്കിൾസ് വളരും. ഒന്നിലധികം ഫോളിക്കിൾസ് ആണ് നമ്മളുടെ ടാർഗറ്റ്. ഈ ടാർഗറ്റഡ് ഫോളിക്കിൾസ് ഒരു 18 to 19 millimeter കൂടുതലാവുമ്പോൾ അത് നമ്മളൊരു ഷോർട്ട് അനസ്തീഷ്യ പ്രൊസീജിയർ വഴി ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സൂചി ഇട്ടിട്ട് ആ ഫോളിക്കിൾസിനെ പുറത്തെടുക്കും. ഈ പുറത്തെടുത്ത ഫ്ലൂയിഡ് ഒരു എംബ്രിയോളജിസ്റ്റ് നോക്കി മൈക്രോസ്കോപ്പിന് അണ്ടറിൽ സ്ക്രീൻ ചെയ്തിട്ട് ഓരോ എഗ്ഗിനെയും ഒരു ഹസ്ബൻഡ് സ്പേം വെച്ചിട്ട് അതിനെ ഇഞ്ചെക്ട് ചെയ്യും. അത് ICSI ഓർ ICSI ആണ് നമ്മൾ പറയുന്നത്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ടേം ആയാലും ഇതിൻ്റെയാണ് കൂടുതൽ സക്സസ് റേറ്റ് നമ്മൾ കാണുന്നത്. ഈ റെഡിയാവുന്ന ഭ്രൂണം 3 നിന്ന് 5 ദിവസം വരെ നമ്മൾ വളർത്തിയെടുക്കും. വളർത്തിയെടുത്ത് കഴിഞ്ഞിട്ട് ആ സ്ത്രീയുടെ ഗർഭാശയത്തിനകത്ത് തിരിച്ച് നിക്ഷേപിക്കുന്നതാണ് IVFൻ്റെ പൂർണ്ണ പ്രൊസീജിയർ. ഇതിൻ്റെ സക്സസ് റേറ്റ് നമ്മൾ പറയുന്നത് 50-60% ആയാലും 2-3 സൈക്കിളുടെ ക്യുമുലേറ്റീവ് സക്സസ് റേറ്റ് മോർ ദാൻ 90% ആയിരിക്കും. പക്ഷേ ഇതെല്ലാം കേസ് ടു കേസ് വേരി ആവും. ഇതിന് എത്ര ടൈം എടുക്കുമായിരിക്കും ഈ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ? ബേസിക്കലി ഒരു സൈക്കിളുടെ ആദ്യത്തെ പകുതി 15 ദിവസം ആണ് നമ്മൾ 10 ദിവസത്തിൽ നിന്ന് 12 ദിവസം വരെ ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 3 ദിവസം ഭ്രൂണത്തിന് വളർത്തി തിരിച്ച് ഗർഭാശയത്തിനകത്തിടുന്നത്. ടോട്ടൽ 15 days IVF പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇൻ ഫ്രഷ് ട്രാൻസ്ഫർ. ഈ ട്രീറ്റ്മെന്റിന് ശേഷം എത്ര ദിവസത്തിനുള്ളിൽ ഈ കൺസീവ് ആകും? നാച്ചുറൽ പ്രഗ്നൻസിയെ പോലെ തന്നെയാണ് 14 days കഴിഞ്ഞിട്ട് നമ്മൾ ഈതർ ബ്ലഡ് ടെസ്റ്റ് അഥവാ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് എടുത്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. അപ്പം ഇത്തരത്തിൽ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന ലേഡീസ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടോ? ഈ പ്രഗ്നൻസി ടൈമിലും വേറെ മെഡിക്കേഷൻസും ട്രീറ്റ്മെന്റ്സും ഒക്കെ അവർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഒരുപാട് ഹോർമോൺ ഇഞ്ചെക്ഷൻസോടെയാണ് ഈ അണ്ടങ്ങൾ വളർത്തിയെടുക്കുന്നത്. അതും കൂടാതെ യൂട്രസിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഞ്ചെക്ഷൻ കുറച്ച് കാലം കൂടെ കണ്ടിന്യൂ ആവും. പ്രഗ്നൻസിയിലെ early 2-3 months വരെയും ചിലപ്പോൾ അത് കണ്ടിന്യൂ ആവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാജുവലി അത് ടേപ്പർ ചെയ്യും. അത് കുറച്ച് വരുമ്പോൾ അതൊരു നാച്ചുറൽ പ്രഗ്നൻസി പോലെ തന്നെയാണ് പിന്നീട് അത് കണ്ടിന്യൂ ആവുന്നത്. അപ്പോൾ ആദ്യത്തെ 1-2 മാസത്തെ ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഒരു നോർമൽ പ്രഗ്നൻസിയെ പോലെ തന്നെയാണ് എനി IVF പ്രഗ്നൻസി. അപ്പോൾ മറ്റൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ ട്രീറ്റ്മെന്റ്സിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. അവരുടെ ഹെൽത്ത് വളരെ മോശമായിരിക്കുമോ, അവർക്ക് കൃത്യമായ വളർച്ച ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള പല ആശങ്കകളും പലരും പങ്കുവെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അതിന്റെ ഒരു വാസ്തവം എന്താണ് ഡോക്ടർ? ആക്ച്വലി ഇതെല്ലാം ഒരു മിത്ത് തന്നെയാണ്. ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഒരു IVF പ്രഗ്നൻസിയോടെ വരുന്ന കൊച്ചും നാച്ചുറലി കൺസീവ് ആവുന്ന കൊച്ചിലെയും ഗ്രോസ് ആയിട്ട് ഒരു ഡിഫറൻസും ഇല്ല. ഇത് ഒരു എംബ്രിയോ നമ്മൾ കണ്ടിട്ട് അകത്തിടുന്നതിനെ ഒഴിച്ച് അതിൽ നമ്മളായിട്ട് വലുതായിട്ട് ഒരു ചേഞ്ചും വരുത്തുന്നില്ല. എംബ്രിയോളജിക്കലി ആവട്ടെ ഇല്ല ഡെവലപ്മെന്റൽ ഡിലേസ് ആവട്ടെ എല്ലാ സ്റ്റഡീസും പറയുന്നത് ഒരു നോർമൽ ചൈൽഡിനെയും നോർമൽ പ്രഗ്നൻസിക്കും IVF പ്രഗ്നൻസിക്കും വ്യത്യാസമൊന്നും കാണുന്നില്ല എന്നാണ്. ശരി ഡോക്ടർ, ഈ സമയത്ത് ഇത്തരത്തിൽ നമ്മളൊരു ട്രീറ്റ്മെന്റിലൂടെ പ്രഗ്നന്റ് ആയതിനു ശേഷം അബോർഷൻ ആകാനുള്ള സാധ്യതയുണ്ടോ? അബോർഷൻ നാച്ചുറൽ പ്രഗ്നൻസിയെ കാട്ടി ഇച്ചിരി കൂടുതൽ റേറ്റ് ആണ് IVFന്, ഡിസഗ്രി ചെയ്യുന്നില്ല. പക്ഷേ അതിനായിട്ടുള്ള പ്രിക്കോഷൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ഇഞ്ചെക്ഷൻസും ആദ്യത്തെ 2-3 monthsലെയും സപ്പോർട്ടും കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പം ശരി ഡോക്ടർ, ഞാൻ ഡോക്ടറിലേക്ക് എത്താം. ഇപ്പോൾ നമുക്കൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, നബീസയാണ് വിളിക്കുന്നത്. നബീസ, സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ ഹായ് നബീസ, പറയൂ. ഹലോ, പിന്നെ എന്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഓക്കെ, ഹലോ, ചോദിച്ചോളൂ. ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക. ഹലോ, കേൾക്കുന്നുണ്ട് നബീസ, ചോദിച്ചോളൂ ഡോക്ടറോട്. എന്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി.
അപ്പൊ പിന്നെ അതില് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പം പ്രഗ്നന്റ് ആയി. എന്നിട്ട് അത് പിന്നെ ഒരു മഞ്ഞപ്പിത്തം അവർക്ക് ഉണ്ടായിരുന്നു. അത് കാരണം ഇങ്ങനെ കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ട്. 5 മാസമായിട്ട് എടുത്തു കളഞ്ഞു. പിന്നെ ഇതുവരെ ആയിട്ടില്ല. അപ്പം അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇപ്പോൾ ഒരു പ്രഗ്നൻസിയിൽ വരുന്ന ജോണ്ടിസ് ആണെങ്കിൽ അതൊരു റിക്കറന്റ് ആയ കണ്ടീഷൻ അല്ല. അതായത് അടുത്ത പ്രഗ്നൻസിയിൽ അത് ലോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരെ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തും നോക്കണം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടോ? വേറെ ഇല്ല. അവർക്ക് അതിന് ഭക്ഷണത്തിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം പിന്നെ ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് അത് കാരണം മരുന്ന് കുടിച്ചിട്ട് അവരങ്ങനെ ബന്ധപ്പെട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പം അത് കാരണമായിരിക്കും ഇവിടെ ഡോക്ടറെ കാണിച്ചപ്പോ അതിങ്ങനെ അത് നിന്നിട്ടാണ് നിങ്ങൾ 2-3 മാസം ഇങ്ങനെ അടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി എന്താന്നുള്ളതൊരു അറിയുന്നില്ല. അവര് പോയിട്ടില്ല. ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിച്ചിട്ട് പിന്നെ മഞ്ഞപ്പിത്തമായിരുന്നു. അതുകൊണ്ടാണ്. മഞ്ഞപ്പിത്തം ഒരു പ്രഗ്നൻസിക്ക് ഒരു തടസ്സമല്ല. അതായത് നമ്മൾ അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ അറിയണമെങ്കിൽ കുറച്ച് ടെസ്റ്റുകൾ നോക്കേണ്ടി വരും. അത് എന്തുകൊണ്ടാണ് ആ ജോണ്ടിസ് വന്നത് എന്ന് നമ്മൾ അറിയണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യാൻ. ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. മഞ്ഞപ്പിത്തം വന്നിട്ട് അത് പിന്നെ ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ മാസത്തിന് പ്രഗ്നന്റ് ആയി പിന്നെ ഒരു 5 മാസം കഴിഞ്ഞ് 5-ാം മാസം ടെസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല. പിന്നെ 6-ാം മാസത്തിലെ പോയപ്പം ഇത് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് തലച്ചോറിനോ ആറ്റിനോ ഒക്കെ തകരാറില്ല ഇതിന്റെ പ്രസവിച്ചാല്. അപ്പം കുറച്ച് ബാധിച്ചിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടാണ്. പ്രസവിച്ച് കഴിഞ്ഞാൽ വികലാംഗമാവും. അപ്പം അതിനകത്ത് എടുത്ത് കളയാൻ നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവിടെ കുറെ ഡോക്ടറെ കാണിച്ചതിലും പറഞ്ഞു അതാണ് നല്ലത്. പ്രസവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സങ്കടപ്പെടും. പിന്നെ 8-9 മാസം 10 മാസം വയറ്റിലെത്തി ചുമന്ന് പ്രസവിച്ചതല്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എടുത്തു കളഞ്ഞു. പിന്നെ ഇല്ലായില്ല. പിന്നെ മഞ്ഞപ്പിത്തം വന്നതിനെ പിന്നെ പോയിട്ടില്ല. പിന്നെ അതിൽ ഭയം കൊണ്ടാണോ എന്തോന്നറിയില്ല. കൊച്ചുമോളാണ്. അപ്പം ഇതിങ്ങനെ കണ്ടപ്പോ TV കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഡോക്ടറെ വിളിച്ചു ചോദിച്ചതാണ്. തീർച്ചയായിട്ടും മഞ്ഞപ്പിത്തം ഒരു അസുഖം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെയും ഗർഭധാരണയ്ക്കും മിക്കവാറും കുഴപ്പം വരാറില്ല. എന്നാലും അവർ നാച്ചുറലായിട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നാച്ചുറലായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ ഒന്ന് ആശുപത്രിയിലോട്ട് വന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാണ് ഗർഭം ധരിക്കുന്നില്ല എന്ന് നോക്കാൻ. പിന്നെ ഇത്രയും വർഷമായി പിന്നെ അത് മാറിയിട്ട് ആയല്ലോ. അത് അതിൽ വന്നതാന്ന് പറഞ്ഞു. പിന്നെ മാറിക്കഴിഞ്ഞിട്ട് പിന്നെയും ഇപ്പൊ ആവുന്നില്ലല്ലോ. അപ്പൊ അതെന്താന്നുള്ളതാണ് അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി അല്ലേ? മേഡം എവിടെ ഉള്ളത്? എവിടെയാണ്? ഹലോ, മനസ്സിലായില്ല. മേഡം എവിടെ വർക്ക് ചെയ്യുന്നത്? ഗോകുലം മെഡിക്കൽ കോളേജിൽ. അത് അറിയില്ല. ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. തിരുവനന്തപുരത്താണ് ആ ഹോസ്പിറ്റൽ ഉള്ളത്. ആണോ? അതെ. അപ്പൊ നമ്മൾ ആരെ മേഡം കാണിക്കേണ്ട ഇവിടെയാണെങ്കിലും ഇവിടെ കോഴിക്കോട് ജില്ലയിൽ പരിവാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോറി. ഹലോ. ശരി, വളരെ നന്ദി നബീസ. കോഴിക്കോട് ജില്ലയിലും ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിലൊക്കെ ഈ ട്രീറ്റ്മെന്റ്സ് ലഭ്യമാണ് നബീസ. എന്തായാലും വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശാന്തയാണ് വയനാട്ടിൽ നിന്ന്. ശാന്ത, നമസ്കാരം. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ. ഹലോ. ശാന്ത. ഹലോ ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ശാന്ത, പറയൂ. ഹലോ. അത് പിന്നെ ഒരു 28-29 വയസ്സുണ്ട് മകനെ. അപ്പൊ അവനിങ്ങനെ വലിയ താല്പര്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും പ്രത്യേക ഫുഡ് എന്തെങ്കിലും ഉണ്ടോ ഡോക്ടറെ കഴിക്കാനായിട്ട്? യൂഷ്വലി സെക്ഷൽ ഡിസ്ഫങ്ഷൻ സൈക്കോളജിക്കൽ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഒരു മെന്റൽ ഹെൽത്ത് അനാലിസിസ് നടത്തി നോക്കണം. എന്തുകൊണ്ടാണ് ഈ താല്പര്യം തോന്നാത്തത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് നടത്തണം. അത് പ്രോപ്പറായിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ഹിസ്റ്ററി ഒക്കെ ചോദിച്ച് കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവും അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന്. ഇതിനായിട്ടുള്ള ഡയറ്റും മരുന്നുകളും കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ മാത്രമുള്ള കണ്ടീഷൻ അല്ല ഇത്. കുറച്ച് സൈക്കോളജിക്കൽ അനാലിസിസ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ വേണം അല്ലേ? അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഇങ്ങനെ പ്രത്യേകിച്ച് അതിന് എന്തെങ്കിലും ഫുഡിന്റെ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരു ഫുഡിന്റെ ആയിട്ടുള്ള കണക്ഷൻ അതിന് കുറവാണ്. നമ്മൾ ബേസിക് ആയിട്ട് അവരുടെ ഉള്ള മാനസിക സ്ഥിതി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സൈക്കോളജിക്കൽ അസസ്മെന്റ് വേണ്ടി വരാം. ശരി, ഓക്കെ ഡോക്ടർ. അപ്പോൾ ഇവിടെ ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ അല്ലെ? തിരുവനന്തപുരത്ത് വരണോ? ആണ്, വെഞ്ഞാറമൂടിലാണ്. വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽസ് അല്ലെ? ഗോകുലം മെഡിക്കൽ കോളേജ് അല്ലെ? ആണ്. ഓക്കെ ഓക്കെ ഓക്കെ.
ശരി, വളരെ നന്ദി ശാന്ത, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഈ സൈക്കോളജിക്കൽ അനാലിസിസിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു ടോപ്പിക് കൂടെ ഉണ്ട്, ഈ സ്ട്രെസ് പലപ്പോഴും കാരണമാകുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന് ഡോക്ടറിനെ സമീപിക്കുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ തന്നെ പ്രിഫർ ചെയ്യാറുണ്ടോ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്? ഇപ്പോൾ ശാന്ത സൂചിപ്പിച്ച ഇഷ്യൂ ആണെങ്കിലും അതിന്റെ അനാലിസിസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്നത് സൈക്കോളജിസ്റ്റ് ആയിരിക്കുമോ അതോ റീപ്രൊഡക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കുമോ? ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററി എടുക്കും. എന്താണ് പ്രശ്നം എന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റും. സൈക്കോളജിക്കൽ രീതിയിലുള്ള പ്രശ്നങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ബെറ്റർ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് റെഫർ ചെയ്യുന്നതായിരിക്കും. ശരി ഡോക്ടർ, അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പൊതുവേ പെൺകുട്ടികളിലൊക്കെ കാണുന്ന ഒരു ഇഷ്യൂ ആണ് PCOS അല്ലെങ്കിൽ PCOD. ഈ അസുഖങ്ങളില്ലാത്ത ആളുകളെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ റീപ്രൊഡക്റ്റിവിറ്റിയെ ബാധിക്കുമോ? ഡെഫിനറ്റ്ലി ബാധിക്കും. PCOD ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണല്ലോ. അതും തന്നെ ഒബീസിറ്റിയും ഇൻസുലിൻ റെസിസ്റ്റൻസും ഒക്കെ വരുത്തുന്നത് കൊണ്ട് നമ്മളുടെ എഗ്ഗിന്റെ ക്വാളിറ്റിയും എഗ്ഗിന്റെ നമ്പറും എഗ്ഗിന്റെ റിലീസും എല്ലാം ബാധിക്കുന്നു. അതുകൊണ്ട് വരുന്ന ഇറഗുലർ സൈക്കിൾസ് കൊണ്ടും നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ മാറുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ വൺ ഓഫ് ദ മോസ്റ്റ് പ്രിവലന്റ് ഡിസീസസ് ആണ് PCOD. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റിയും കൂടിയാണ്. അപ്പം ഒരു പക്ഷേ കുട്ടികളിൽക്കൊക്കെ, അതായത് ടീനേജ് പ്രായത്തിൽ ഈ അസുഖം കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ആണ്. ഈ ഡിസീസിന് ഒരു കൺട്രോളിൽ വെക്കാൻ പറ്റും നമുക്ക്. ഇതിന്റെ പ്രൈമറി ട്രീറ്റ്മെന്റ് തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. അതായത് നമ്മുടെ ഡയറ്റും എക്സസൈസും മാറ്റുന്നത് തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റും കൂടെ. കുട്ടിക്കാലത്തിൽ തന്നെ നമ്മൾ ആ പ്രോപ്പർ ഡയറ്റും ലൈഫ് സ്റ്റൈലും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസീസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ തന്നെ പറ്റും. ഈ ഡെലിവറിക്ക് ശേഷം നമ്മൾ ഈ കുഞ്ഞിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ അമ്മയുടെ കാര്യത്തിലും ഒക്കെ പ്രത്യേക കൺസേൺ അല്ലെങ്കിൽ കെയർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? നമ്മൾ IVF ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ? ഇല്ല, ഓൾമോസ്റ്റ് വേറെ ഒരു ഡിഫറൻസും വരത്തില്ല ഒരു നോർമൽ പ്രഗ്നൻസിയും ഡെലിവറിക്കും IVF പ്രഗ്നൻസി ഡെലിവറിക്കും. എന്നാലും IVF ജനറലി കുറച്ചും കൂടെ എൽഡർലി ലേഡീസ് ആയിരിക്കും. ഇച്ചിരി പ്രായമൂപ്പ് ലേഡീസ് ആയവർക്ക് സ്ത്രീകൾക്ക് കുറച്ച് രക്തസ്രാവത്തിന്റെ കുഴപ്പങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ത്രീകൾക്ക് നമുക്ക് ചിലപ്പോൾ ഹെപ്പാരിന്റെ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും. അല്ലാതെ വേറെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ ട്രീറ്റ്മെന്റിലേക്ക് വരാൻ ഒരു പ്രായപരിധി ഇല്ലേ? ഏത് വയസ്സിലുള്ള സ്ത്രീകൾക്കും അപ്രോച്ച് ചെയ്യാമോ ഈ ട്രീറ്റ്മെന്റ്സ്? നാച്ചുറൽ ആയിട്ട് ഉള്ള മെനോപോസ് അറ്റൈൻ ചെയ്യുന്നവരെ നമുക്ക് IVFലോട്ട് ട്രൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ സക്സസ് റേറ്റ് ഏജ് കൂടുന്തോറും കുറയും. ഒരു 49 to 50 ഇയേഴ്സ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സക്സസ് റേറ്റ് 0 ആവും. ശരി ഡോക്ടർ, അപ്പം ഈ പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പൊതുവേ കാണുന്നത് എങ്ങനെയാണ്? ഈ പ്രീ ടേം ഡെലിവറി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണോ? ആണ്. IVF പ്രഗ്നൻസീസിൽ പ്രീ ടേം ഡെലിവറി ഓൾമോസ്റ്റ് 30 to 40% ചാൻസ് ഉണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം മദറിൻ്റെ ഏജും കൂടെയാണ്. അതും കൂടാതെ ഏജ് കൂടുന്തോറും BPയും പ്രമേഹാസുഖവും ഇതൊക്കെ വരാനുള്ള സാധ്യത കൊണ്ടാണ് ഈ പ്രീ ടേം ലേബറും പ്രീ ടേം ഡെലിവറിയും നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യമേ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിന് നമുക്ക് വ്യത്യാസപ്പെടുത്താം. പിന്നെ നമ്മൾ കൊടുക്കുന്ന ടാബ്ലറ്റുകളും ഇഞ്ചക്ഷനും കൊണ്ടും കുറച്ചും കൂടെ നമുക്ക് പ്രീ ടേം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു തുടക്കത്തിൽ, അതായത് ഈ കോവിഡിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചിട്ട്. ഇപ്പോൾ എല്ലാവർക്കും, അതായത് ഭൂരിഭാഗം പേർക്കും കോവിഡ് വന്നവർ തന്നെയാണ്. അതുകൊണ്ട് അതൊരു വലിയ ആശങ്കയുമാണ്. ഈ കോവിഡ് എങ്ങനെയാണ് ഈ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്? ഒരുപാട് റിസർച്ചുകൾ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പറയാൻ പറ്റുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലുള്ള സ്പേംസിനെ ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രീ കോവിഡ് ഉള്ള സീമൻ അനാലിസിസും കോവിഡ് കഴിഞ്ഞിട്ടുള്ള സീമൻ അനാലിസിസിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചേക്കുന്നത്, അത് കോവിഡ് കൊണ്ടാണോ വാക്സിൻ കൊണ്ടാണോ എന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റൂല. ഓൺ ദ സെയിം വേ ഫീമെയിൽ റീപ്രൊഡക്റ്റീവിന് അധികം ബാധിച്ചിട്ടില്ല എന്നും ഒരു റിപ്പോർട്ട്സ് ഉണ്ട്. തീർച്ചയായും ഡോക്ടർ, ഈ പർട്ടിക്കുലർ ഫുഡ്, അതായത് ഇപ്പം ജങ്ക് ഫുഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് തന്നെയാണ്. സ്വാഭാവികമായും ആരാണെങ്കിലും അത്തരത്തിൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ കൺസീവ് ചെയ്യാൻ നോക്കുന്നവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ ഷുഗർ, ജങ്ക് ഫുഡ്സ്? അതോടൊപ്പം എസ്പെഷ്യലി പറയേണ്ടത് ആൽക്കഹോളും സ്മോക്കിങ്ങും ഒക്കെ ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ലേ? കൃത്യമായിട്ട് ഇപ്പോൾ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞ പ്രോസസ്ഡ് ഹൈലി പ്രോസസ്ഡ് ഷുഗേഴ്സ്, മൈദ, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ജനറൽ ഹെൽത്തിന് നല്ലത്. അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഈ ധാന്യവകകൾ, രാഗി, കേൾവരക്, അതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. ആൽക്കഹോൾ മോഡറേഷൻ ഓർ മിനിമം ആൽക്കഹോൾ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്നേഴ്സിന് നമ്മൾ സജസ്റ്റ് ചെയ്യും.
ശരി ഡോക്ടർ, നമുക്കപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുകയാണ് പാലക്കാട് നിന്ന് മഞ്ജു. മഞ്ജു, സ്വാഗതം. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. മാഡം, എനിക്ക് 40 ഏജ് ആയി. ഹസ്ബൻഡ് 42 ആണ്. 14 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ ഒരു IVF-ഉം ഒരു ICSIയും ചെയ്തു. എനിക്ക് പ്രോബ്ലം പറഞ്ഞത് എൻഡോമെട്രിയോസിസ് പറഞ്ഞിട്ടുണ്ട്. അതിന് 2 വട്ടം ഓപ്പറേഷൻ ചെയ്തിരുന്നു. എനിക്ക് സംശയമുള്ളത് എന്താ വെച്ചാൽ എൻഡോമെട്രിയോസിസ് ചെയ്തതിനു ശേഷം വീണ്ടും അതിന് ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം വീണ്ടും അത് വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും എൻഡോമെട്രിയോസിസ് ഓൾമോസ്റ്റ് 30% റിക്കറൻസ് റേറ്റ് ഉള്ള ഒരു അസുഖമാണ്. നമ്മൾ എത്രത്തോളം സർജറി ചെയ്യുമോ അത് റിക്കർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് പറഞ്ഞാലും നമ്മൾ എൻഡോമെട്രിയോസിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ നോർമൽ അനാട്ടമിയിലോട്ട് നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ പറ്റിയാൽ അത് ഒരു നല്ല സർജറി ആയിരിക്കും. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സർജറി അപ് ടു 1 ഇയർ കൺസെപ്ഷൻ ടൈം ബെസ്റ്റ് ആയിരിക്കും. പിന്നെയും റിക്കർ ആയി കഴിഞ്ഞാലും നമുക്ക് ട്രീറ്റ്മെന്റ് സർജറി തന്നെ ആണെങ്കിലും IVF ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. റിപ്പീറ്റ് സർജറിയെ കാട്ടി നല്ല ഓപ്ഷൻ IVF ആയിരിക്കും ഈ സിറ്റുവേഷനിൽ. ഇപ്പൊ ലാസ്റ്റ് ഞങ്ങള് കണ്ട ഒരു 2-3 വർഷം മുന്നെയാണ്. അപ്പൊ അതിന് IUI ആണ് ചെയ്തത്. അതിനുശേഷം ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് IVF തന്നെയാണ്. അപ്പൊ IVF ചെയ്യണമെങ്കിലും ഈ എൻഡോമെട്രിയോസിസ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? ഇല്ല, എൻഡോമെട്രിയോസിന്റെ 2 രീതിയായുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. സർജറി ചെയ്യണം, ഇല്ല IVF-ലോട്ട് പോകാം. IVF-ലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോവാമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കാൻ നോക്കിയാലേ അറിയുള്ളൂ. ആ എൻഡോമെട്രിയോസിസ് ഓവറീസിലോട്ട് ഒരുപാട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സർജറി തന്നെ വേണ്ടി വരാം. ഇല്ല, ആ എൻഡോമെട്രിയോമ വലിപ്പം കൂടുതലില്ല, നമുക്ക് എഗ്ഗിനെ പിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് IVF-ലോട്ടും പോവാം. 40 വയസ്സായതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ IVF ആയിരിക്കും. ശരി മഞ്ജു, വളരെ നന്ദി. വിളിച്ചതിന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ പണ്ട് സമയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും മാരി ചെയ്യുന്ന ഏജിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി കരിയർ ഓറിയന്റഡ് ആയി കരിയറൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം സെറ്റിൽ ആയതിനു ശേഷമാണ് എല്ലാവരും ഒരു മാരേജ് ലൈഫിലേക്ക് കടക്കുന്നത്. ഈ ഏജിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ നാച്ചുറൽ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ട്? ഡെഫിനറ്റ്ലി. ആസ് ഫീമെയിലിൻ്റെ ഏജ് കൂടുന്തോറും ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഒരു 20 to 30 ഫെർട്ടിലിറ്റി അല്ല 40s to 50s ഫെർട്ടിലിറ്റി. അപ്പോൾ നമുക്ക് ഏജ് ഓഫ് മാരേജ് കുറയ്ക്കുന്നത് കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടോ? ഉണ്ട്. പക്ഷേ അത് മാത്രമാണോ നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് അഡ്വാൻറ്റേജ്? അല്ല. ബിക്കോസ് കരിയറും ഇമ്പോർട്ടൻ്റ് ആണ്, ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു ബാലൻസ് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് ആലോചിക്കാം. ഇപ്പം എഗ് ഫ്രീസിംഗ് പോലുള്ള കുറേ ന്യൂ മെത്തേഡ്സ് ഉണ്ടല്ലോ. അതായത് നമുക്ക് പ്രഗ്നൻസി വേണമെങ്കിൽ നീട്ടിവെക്കാം, ഏത് സമയത്തേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ ഈ എഗ് ഫ്രീസിംഗ് എന്താണെന്നൊന്ന് പറയാമോ? സോഷ്യൽ എഗ് ഫ്രീസിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ത്രീ അറ്റ് എനി ഏജ് ആഫ്റ്റർ റീപ്രൊഡക്റ്റീവ് ഏജ് 13 to 14 മുതൽ 40 to 50 വരെയും റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീക്ക് തൻ്റെ എഗ്ഗ് ഒരു IVF മൂല്യം അതിന് സേവ് ചെയ്ത് വെക്കാം. ഏജ് നമുക്ക് ആ ഏജിൽ തന്നെ നമുക്ക് ഫ്രീസ് ചെയ്യാം. അപ്പോൾ മുന്നേ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അവർക്ക് യൂസ് ചെയ്യണമെങ്കിൽ മെയിൽ പാർട്ട്ണറുടെ സീമൻ വെച്ചിട്ട് അതിന് ഒരു ഭ്രൂണമായി റെഡിയാക്കി തിരിച്ച് പ്രഗ്നൻസി ആക്കാൻ നമുക്ക് പറ്റും. ഇതൊരു 30s ചെയ്യാം, അല്ലെങ്കിൽ 40s ചെയ്യാം. പക്ഷെ കൂടുതൽ സക്സസ് റേറ്റ് കുറഞ്ഞ വയസ്സിലായിരിക്കും. ഇതിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണോ, അതേപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണോ ഇത്? അവൈലബിലിറ്റി ഓൾമോസ്റ്റ് എല്ലാ IVF സെന്റേഴ്സിലെയും അവൈലബിൾ ആയിരിക്കും. പക്ഷേ അഫോർഡബിലിറ്റി ഡിപ്പെൻഡ്സ്. എത്ര നാൾ നമ്മൾ ഫ്രീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളുടെ അഫോർഡബിലിറ്റിയും മാറും. അപ്പോൾ ഫ്രീസിങ് ചാർജസ് ആനുവൽ ആയിരിക്കും, ബൈ ആനുവൽ ആയിരിക്കും. അതനുസരിച്ച് നമ്മൾ അഫോർഡബിലിറ്റി വേരി ആവും. അപ്പം ഈ എത്ര വയസ്സിന് മുമ്പ് ഈ ഫ്രീസിങ് ചെയ്യണം, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ? യങ്കർ ദ ഏജ് ബെറ്റർ ദ സക്സസ് ആയിരിക്കും. കൂടുതൽ എഗ്സ് കിട്ടും ചെറിയ പ്രായത്തിലാണെങ്കിൽ. ഏജ് കൂടുന്തോറും നമ്പർ ഓഫ് എഗ്സ് നമുക്ക് കിട്ടുന്നതും കുറവായി പോവും. പിന്നീട് സക്സസ് റേറ്റും കുറയും. ഇപ്പോൾ ഈ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന പല കപ്പിൾസും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവർ അതിൻ്റെ പേരിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ടാകും. അപ്പം അവരോട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? സ്ട്രെസ് ഒരു മെയിൻ റീസൺ ആണ് ഇൻഫെർട്ടിലിറ്റിക്ക്. നമ്മളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഈ സ്ട്രെസ് റിലീഫ്, ഡയറ്റ് മോഡിഫിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കൊരു നാച്ചുറൽ കോഴ്സ് ഓഫ് പ്രഗ്നൻസി ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രഗ്നൻസി ഒരു എൻഡ് ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു ജേർണിയാണ്. അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങണമെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തണം.
ഓക്കെ ഡോക്ടർ, അപ്പൊ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. നമുക്കൊപ്പം ഇത്രയും നേരം സംശയങ്ങൾക്ക് മറുപടിയുമായി ചേർന്നിരുന്നത് തിരുവനന്തപുരം ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെ റീപ്രൊഡക്റ്റീവ് വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ ഐശ്വര്യ എസ് ആണ്. വളരെ നന്ദി ഡോക്ടർ നിങ്ങളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു. ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.